നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി തയ്യാറാക്കുന്നത് ഇടിച്ചക്ക വെച്ചിട്ടാണ്. ഇടിച്ചക്ക ഇപ്പോൾ വീടുകളിലൊക്കെ കിട്ടുമല്ലോ. നമ്മൾ സാധാരണ തോരനും കട്ട്ലറ്റൊക്കെയാണ് അത് വെച്ച് തയ്യാറാക്കുന്നത്. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ഇടിച്ചക്ക മഞ്ചൂരിയനാണ്. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി. ഇടിച്ചക്ക മഞ്ചൂരിയൻ്റെ റെസിപ്പി വേറെ ഒരു ചാനലിലും കണ്ടിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ ചാനലിലായിരിക്കും ആദ്യമായിട്ട് ഇടിച്ചക്ക മഞ്ചൂരിയൻ്റെ റെസിപ്പി ഇടുന്നുണ്ടാവുക. ഗോബി മഞ്ചൂരിയനൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി ഇരുന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇടിച്ചക്ക വെച്ചിട്ട് മഞ്ചൂരിയൻ തയ്യാറാക്കുന്നത്. ആദ്യം നമുക്കൊരു ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. മൈദക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. എരിവ് കുറവായിരിക്കും, എന്നാൽ നല്ല കളർ കിട്ടും. നമുക്ക് വേറെ ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ 1 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബാറ്ററി ലൂസാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. ബാറ്ററി റെഡി ആയിട്ടുണ്ട്. അധികം ലൂസാവാനോ അധികം തിക്കാവാനോ പാടില്ല, ഇതുപോലെ ആയിരിക്കണം. ഇനി നമുക്കിതിലേക്ക് ഇടിച്ചക്ക കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഇടിച്ചക്കയുടെ ചെറിയൊരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. പകുതിയൊന്നുമില്ല, പകുതിയിൽ കുറച്ച് കുറവാണ്. അത് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. അങ്ങനെ നമ്മൾ വേവിച്ചെടുത്ത ഇടിച്ചക്ക കഷ്ണങ്ങൾ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയൊരു 15 to 30 മിനിറ്റ്സ് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇനി നമുക്ക് ഓരോ ഇടിച്ചക്ക കഷ്ണങ്ങളായിട്ട് ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഗോപി മഞ്ചൂരിയൻ്റെ വീഡിയോയിൽ ചെയ്ത പോലെ ഡബിൾ ഫ്രൈ ആണ് ഇവിടെയും ചെയ്യുന്നത്. അതായത് 2 തവണ ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് വെക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഗോപി മഞ്ചൂരിയൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കണേ. ഇത്രയും കഷ്ണങ്ങളാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് ഡബിൾ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇടിച്ചക്ക കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ പോലെ ഉണ്ടാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ഡബിൾ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇടിച്ചക്ക കഷ്ണങ്ങളൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന ഓയിലിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം.
ഇഞ്ചി വെളുത്തുള്ളി വഴന്നു തുടങ്ങുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. 2 സവാള ഇതേപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സവാളയുടെ കൂടെ 4 പച്ചമുളക് ഇതേപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ക്യാപ്സിക്കം, 2 ചെറിയ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ കട്ട് ചെയ്തതാണ്. ക്യാപ്സിക്കവും ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം സോയാ സോസ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കാം. പിന്നെ സോസുകൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഈ സോസുകളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സോസുകൾ ചേർത്തിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഹൈ ഫ്ലെയിമിലിടാം. വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് കോൺഫ്ലോർ മിക്സ് ഒഴിക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കലക്കി വെച്ചതാണ്. അത് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. കോൺഫ്ലോർ ഒഴിച്ചപ്പോൾ നമ്മുടെ ഗ്രേവി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഇടിച്ചക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണമോ അതിനനുസരിച്ചിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത്. കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഈ സമയം സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യാപ്സിക്കവും സവാളയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗ്രേവിയിൽ ക്യാപ്സിക്കവും സവാളയും റോ ടേസ്റ്റിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ചേർക്കണം എന്നൊരു നിർബന്ധവുമില്ല. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഇടിച്ചക്ക മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടിച്ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെയൊരു റെസിപ്പി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇടിച്ചക്ക ഫ്രൈ ചെയ്തെടുക്കേണ്ട പാടേ ഉള്ളൂ, ബാക്കിയൊക്കെ സിമ്പിളല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ നോക്കി വീഡിയോസൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് ഇനിയും കാണാം. താങ്ക്